ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ഒരു ഈദ് ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചാണ് പോണത് ഈദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ ചൂണ്ടൽ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ പപ്പ എന്നും രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുമല്ലോ. അപ്പോൾ നമ്മളെ ശോഭ സിറ്റി മോളിലുള്ള ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലാണ് പപ്പ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി നേരെ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്, കാരണം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഐൻ ബേബിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞതും ഒക്കെ അറിയാം. അപ്പോൾ ബേബീനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും ബേബീനെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫാത്തിമയിൽ പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, റുവ ബേബി ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ എണീച്ചിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞി ബനാന കഴിച്ച് ഹോർലിക്സ് കുടിച്ച്, അല്ലാണ്ട് പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിശന്ന്. അപ്പോൾ കയറിയപ്പോൾ തന്നെ റുവ ബേബിക്ക് ഒരു ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എലൈറ്റിൻ്റെ ബ്രൗണിയില്ലേ, ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. അത് അവൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഞാനും റിസൈൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ശോഭയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാച്ചിങ് ഷെയ്ഡ് ഏതാന്ന് നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മാച്ചിങ് ഷെയ്ഡ് കിട്ടി. അതിൻ്റെ നെയിമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നൈക്കയുടെ ബ്രാൻഡിൻ്റെ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെൻഡ്സിൽ കണ്ടുവന്നത്. അപ്പോൾ റുവ ബേബിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട്, പക്ഷെ അത് ഇട്ട് നോക്കിയപ്പം അത് കറക്റ്റ് പാകമായിരുന്നില്ല. പിന്നെ സുഡിയോയിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ റുവ മോൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കണം എന്താണെന്ന് പറയുക, ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയില്ലേ, അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് കാണിച്ചു തന്നതാണ് ലിപ് ഷെയ്ഡ്. അങ്ങനെ റുവാക്ക് നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ്, നമുക്ക് കാണുമ്പോൾ എല്ലാം ഇഷ്ടപ്പെടും. അവൾക്ക് ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. നമുക്കെല്ലാം കൂടി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം, എങ്കിലും നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ജസ്റ്റ് ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സ് റുവ ബേബിക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഫാത്തിമയിലേക്ക് വന്ന് അവിടുന്ന് പിന്നെ പപ്പ അവക്കാഡോ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്ന്. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല ജ്യൂസൊക്കെ കുടിച്ച കാരണം കൊണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഡൊമിനോസിന് പിസ്സ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനൊക്കെ ഇട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. റുവ ബേബിക്ക് കഴിക്കാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ, സ്പൈസി ആവില്ലേ. അപ്പോൾ ജസ്റ്റ് ഒറിഗാനോ മാത്രം മുകളിലിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു സ്പെഷ്യൽ ഫ്ലേവറിലുള്ള പിസ്സ ന്യൂ ലോഞ്ച്ഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ചീസി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ചാവക്കാടേക്ക് വന്നു. ചാവക്കാട് ഈ ബൊട്ടീക്കുകളിലെ അടുപ്പിച്ച് കുറേ നമ്മളെ സ്റ്റാൻഡിൻ്റെ അടുത്ത്, അതിൽ നമ്മളെപ്പോഴും കയറണതും ഡ്രസ്സ് വാങ്ങാറുള്ളതും ഇവ ബ്രൈഡൽസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അതിൽ നിന്നിട്ട് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സെലക്ട് ആക്കിയിട്ട്. കുറേ ടൈമൊക്കെ നമ്മൾ ഡ്രസ്സുകൾ നോക്കി. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഇനി ഐൻ ബേബിക്ക് മാത്രമേ ഡ്രസ്സ് കിട്ടാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാവക്കാട് തന്നെയുള്ള ഒരു ഷോപ്പാണ് ലിറ്റിൽ കിഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മുമ്പ് റുവ ബേബിക്കൊക്കെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഐൻ ബേബിക്ക് ഒരു ഡ്രസ്സ് എടുത്തത്. തിരിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് റുവ ബേബിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഉമ്മയുടെ അടിപൊളി നെയ്ച്ചോറ് ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ച് പിന്നെ മാങ്ങ ഒക്കെ കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. ഒരു കുട്ടി വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.